Hello everyone, welcome to Prepwise. Myself Afna. ഞാൻ നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് CUET കെമിസ്ട്രി സിലബസ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നെ കുറിച്ചൊന്ന് ബ്രീഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഒരു ഐസർ തിരുവനന്തപുരം ഗ്രാജുവേറ്റ് ആണ്. BSMS കഴിഞ്ഞിപ്പോൾ വിത്ത് കെമിസ്ട്രി ആസ് മൈ മേജർ. ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമിന്റെ സിലബസും ആരാണ് എക്സാം നടത്തുന്നത് ആൻഡ് എക്സാം പാറ്റേണും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് എന്താണ് സിലബസ് എന്ന് നോക്കാം. കെമിസ്ട്രി ആസ് വി നോ ഇറ്റ്സ് എ വാസ്റ്റ് ടോപ്പിക്. ഇത് നമുക്ക് നമ്മുടെ പഠിക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട് ഇൻഓർഗാനിക്, ഫിസിക്കൽ, ഓർഗാനിക് അങ്ങനെ ഡിവിഷൻ ഉണ്ട്. ആൻഡ് നമ്മുടെ ഈ CUET എക്സാമിന് നമുക്ക് എല്ലാ ഏരിയസും കവർ ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടും സിലബസ് നോക്കിയിട്ട് നമുക്ക് വേണ്ടതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടും സ്ട്രെസ് ചെയ്തിട്ടും വേണ്ടാത്ത എക്സ്ക്ലൂഡ് ചെയ്തിട്ടും നമുക്ക് തരുന്ന സ്പെസിഫിക് ടൈമിനുള്ളിൽ നമുക്ക് മാക്സിമം തീർക്കാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ. മൂവിങ് ഓൺ, ഇപ്രാവശ്യത്തെ CUET എക്സാം നടത്തുന്നത് NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 2020 ഓൺവേർഡ്സ് ആണ് NTA CUET നടത്താൻ തുടങ്ങിയത്. ലൈക്ക് അതുവരെ ഓരോ യൂണിവേഴ്സിറ്റിക്കും ലൈക്ക് പോണ്ടിച്ചേരിന്റെ അഡ്മിഷൻ പോണ്ടിച്ചേരി അവര് സെപ്പറേറ്റ് എൻട്രൻസ് നടത്തുമായിരുന്നു. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് എൻട്രൻസ് ടെസ്റ്റ് നടത്തായിരുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാ 45 സെൻട്രൽ യൂണിവേഴ്സിറ്റീസും കൂടെ ഒരൊറ്റ എൻട്രൻസ് ടെസ്റ്റ് ആക്കിയത് 2021 എങ്ങാനുമാണ് അത് NTA നടത്താൻ തുടങ്ങിയത്. CUETന്റെ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ മാക്സിമം ഓഫ് 100 ക്വസ്റ്റ്യൻസ്, ലൈക്ക് 100 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അത് രണ്ട് പാർട്ടായിട്ടാണ് ഈ 100 ക്വസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് എയിൽ അവര് 25 MCQ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, വിച്ച് കൺസിസ്റ്റ് ഓഫ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ, വെർബൽ എബിലിറ്റി, ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്കൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ് ഒക്കെയാണ്. പാർട്ട് 2ലാണ് നമ്മുടെ സബ്ജക്ട് നോളജ് അവരുടെ ചെയ്യുന്നത് വിത്ത് 75 MCQ ക്വസ്റ്റ്യൻസ്. ഫോർ ദ ടോട്ടൽ ഓഫ് 100 ക്വസ്റ്റ്യൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ടൈം 2 hours ആണ്. ദാറ്റ് 120 minutes. ആൻഡ് 100 ക്വസ്റ്റ്യൻസ് ഫോർ 120 minutes എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യന് 1 point something minutes കിട്ടും. ആൻഡ് ഇറ്റ് വിൽ ബി ഇനഫ് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ. കാരണം ക്വസ്റ്റ്യൻസ് അത്ര ബുദ്ധിമുട്ടിക്കുന്നാവില്ല. ഇറ്റ് വിൽ ബി ഈസി. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഓരോ കറക്റ്റ് ആൻസറിനും നമുക്ക് 4 marks കിട്ടും. ആൻഡ് ഫോർ എവറി റോങ് ആൻസർ വിൽ ബി ഡിഡക്റ്റഡ് ബൈ 1 mark. മൂവിങ് ഓൺ, ദ സിലബസ് NTA സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിലബസ് നോക്കുകയാണെങ്കിൽ അവർ ഇൻഓർഗാനിക്, ഓർഗാനിക്, ഫിസിക്കൽ എന്ന് ഡിവൈഡ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ആ സെയിം മീൻസ് ഓർഗാനിക്, ഇൻഓർഗാനിക് ആദ്യം കവർ ചെയ്യാം, നമുക്ക് പിന്നെ ഫിസിക്കൽ, പിന്നെ ഓർഗാനിക്, അങ്ങനെ ആ ഓർഡറിൽ തന്നെ പോവാം. ആൻഡ് ഇൻഓർഗാനിക്കിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വാണ്ടം നമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. ആദ്യം ക്വാണ്ടം കെമിസ്ട്രിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ SPDF എലമെന്റ്സിന്റെ description. പിന്നെ they will continue on periodic table, the long form of periodic table and its properties like effective nuclear charge, shielding effect, screening effect, Slater rule, variation of effective nuclear charge on periodic table. And then they will move on the general characteristic type of ions, size, radius ratio rule and its limitations, packing of ions in the crystals, Bond-Land equation with derivation and lattice energy, Madelung constant, Born-Haber cycle and the application of the solution energy. Further in inorganic chemistry, then നമുക്ക് പഠിക്കാൻ Lewis structure, VBT, MOT, formal charge, VSEPR theory. Then they'll move on to the redox equations, and that will be handling standard electrode potential അതിന്റെ application പഠിക്കണം. പിന്നെ acid base concept like Bronsted-Lewis concept ഒക്കെ പഠിക്കും. Then we will be discussing solvated proton, relative strength of acids, type of acid-base reactions, leveling solvents, classification of Lewis acids, HSAB principle, അതിന്റെ application, inert pair effect എന്താന്ന് പഠിക്കും. പിന്നെ and we will be discussing diagonal relationship, allotropy and catenation, complex formation tendency of SPDF local elements, പിന്നെ study of compounds with emphasis of structure, bonding, preparation, properties and uses, പിന്നെ boric acid and borates. അതൊക്കെ നമുക്ക് SPDF ആദ്യം കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം. അത് പിന്നെ അവിടുന്ന് നമുക്ക് കവർ ചെയ്ത് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. boric acids, borates, BN compounds, borohydrides, carborines and graphitic compounds. പിന്നെ
silanes, oxides and oxoacids of nitrogen, phosphorus and chlorides, chlorines. ഇതൊക്കെ പി ബ്ലോക്കിലൊക്കെ വരുന്നതല്ല, നമുക്ക് അവിടെ കവർ ചെയ്യാം. പെറോക്സൈഡ് ആസിഡ്സ് ഓഫ് സൾഫർ, ഇന്റർഹാലജൻ കോമ്പൗണ്ട്സ്, polyhalide ions, pseudo halogen and basic properties of halogens. അതൊക്കെ നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. Then they will move on to the coordination chemistry. And coordination chemistry അവർ Werner's theory, VBT and electroneutrality principle, backbonding, CFSE calculation, weak and strong field ligands in CFSE calculation, in pairing energy, factors affecting CFSE, octahedral and tetrahedral coordination, Jantelar distortion, square planar geometry, qualitative aspects of ligand field and MO theory ഒക്കെയാണ് അതിൽ പറയുന്നത്. ഇൻഓർഗാനിക്കിൽ അവർ ഇത്രേ പറയുന്നുള്ളൂ. എല്ലാം നമ്മൾ ഇത് നമ്മുടെ അണ്ടർ ഗ്രാഡിൽ പഠിച്ചതാണ്. സോ നമുക്ക് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ബ്രഷ് അപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് ഇതുകൊണ്ട് കൂടെ തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തു പോവാം. അപ്പോൾ നമുക്ക് തറോ ആവും. ദെൻ ഇൻ ഫിസിക്കൽ അവർ മെയിൻ ആയിട്ട് തെർമോഡൈനാമിക്സ് ആണ് പറയുന്നത്. തെർമോഡൈനാമിക്സിൽ ഫസ്റ്റ് അവർ ഇന്റൻസീവ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി പറയും. പിന്നെ സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫങ്ഷൻസ്, isolated, closed and open system, zeroth law, first law, concept of heat, work, internal energy, and the statement of first law, enthalpy, relation between heat capacities, calculation of heat, work, internal energy and enthalpy for reversible and irreversible reaction in a free expansion of gases under isothermal and adiabatic conditions, heat of a reaction, standard state, enthalpy of formation of molecules and ions, and enthalpy of combustion and its application, calculation of bond energy, everything we can cover within the time. And then we'll move on to second law and concept of entropy, thermodynamics, a thermodynamic scale of temperature, statement of second law of thermodynamics, molecular and statistical interpretation of entropy, and calculation of entropy change for reversible and irreversible processes. Third law, അതിന്റെ സ്റ്റേറ്റ്മെന്റ്, പിന്നെ കൺസെപ്റ്റ് ഓഫ് residual entropy, calculation of absolute entropy of molecules, free energy functions, Gibbs and Helmholtz energy, variation of SGA with TVP, everything നമ്മൾ പഠിച്ചതാണ് already. And free energy change and spontaneity, relation between Joule-Thomson coefficient and other thermodynamic parameters, inversion temperature ഒക്കെ നമ്മൾ പറഞ്ഞു പോകുന്നു. And then we will move on to the solid state. Solid state നമ്മൾ ഏതാ പഠിക്കുന്ന മില്ലർ ഇൻഡിസസ്, പിന്നെ സിമെട്രി എലമെന്റ്സ്, സിമെട്രി ഓപ്പറേഷൻസ് and qualitative idea of coherent space group, 7 crystal systems, 14 Prepwise lattices, ionization of weak acids. Like solid state നമ്മൾ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ അതിൽ പിന്നെ ionization of weak acids and bases, then pH scale, common ion effect, salt hydrolysis, calculation of hydrolysis constant, degree of hydrolysis and pH for different salts. അതിൽ തന്നെ buffer solution, derivation of Henderson equation and its application, buffer capacity, buffer range പറയുന്നുണ്ട്. Then we will move on to the kinetic gas theory, like അതിൽ kinetic molecular model of gas and postulates and derivation of kinetic gas equation, collision frequency, Maxwell distribution, അതിന്റെ molecular velocity ന്റെ evaluation, like average velocity, root mean square velocity, most probable velocity ഒക്കെ calculation ആണ് പറയുന്നത്. And also the calculation of average kinetic energy, order, പിന്നെ kinetics order and molecularity of a reaction, rate law of in terms of advancement of a reaction, differential and integrated form of rate expression up to second order വരെയുള്ളൂ നമുക്ക് പഠിക്കേണ്ടുള്ളൂ ഇതിനു വേണ്ടിയിട്ട്. പിന്നെ experimental methods for the determination of rate law, kinetics of complex reactions. And further ഇത്രയേ ഉള്ളൂ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കേണ്ടത്. And further in organic chemistry ആണ് പൊതുവെ എല്ലാവർക്കും ടഫ് ആവാറ്, ലൈക്ക് നെയിംഡ് റിയാക്ഷൻ ഒക്കെ വരുമ്പോൾ. പക്ഷേ CUT-ന്റെ
സിലബസിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു പാർട്ടും ചോദിക്കുന്നില്ല അവര്. എല്ലാം ഈസി ആയ ടോപ്പിക്കാണ്. ലൈക്ക് ഹിമോലൈറ്റിക് ആൻഡ് ഹൈഡ്രോളിറ്റിക് ഫിഷൻ എക്സാമ്പിൾ ആൻഡ് കേർലി ആരോ റൂൾസ്, ഫോമൽ ചാർട്ട്, ഇലക്ട്രോഫൈൽ ആൻഡ് ന്യൂക്ലിയോഫൈൽ, പിന്നെ ന്യൂക്ലിയോഫിലിസിറ്റിയും ബേസിസിറ്റി എന്താണ്, പിന്നെ എന്ത് ഇന്റർമീഡിയറ്റ് ലൈക്ക് കാർബാനിയോൺ ഫ്രീ റാഡിക്കൽ കാർബീനിലേക്ക് ഷേപ്പ്, ടൈപ്പ്, അതിന്റെ സ്റ്റെബിലിറ്റി ഓർഡറും, പിന്നെ എലിമിനേഷൻ, അഡീഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, റിയാക്ഷനിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ. ഫർദർ പിന്നെ ഫിഷർ പ്രൊജക്ഷൻ, ന്യൂമാൻ പ്രൊജക്ഷൻ, സോഹോസ് പ്രൊജക്ഷൻ, അതിന്റെ ഇന്റർ കൺവേർഷൻ, പിന്നെ ഐസോമറിസത്തിന്റെ ഭാഗത്തിൽ ജോമെട്രിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമറിസം, ജോമെട്രിക്കൽ സിസ് ട്രാൻസ്, സിൻ ആൻഡ് ഐസോമറിസം, ഇസഡ് നൊട്ടേഷൻ എന്താണെന്നും സിപ്പ് റൂള് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, പിന്നെ ഒപ്റ്റിക്കൽ ഐസോമറിസത്തിൽ വരുന്ന ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, സ്പെസിഫിക് റൊട്ടേഷൻ, കൈരാലിറ്റി ഒരു അസിമെട്രി എന്താന്ന് പറയണം, പിന്നെ അനാൻഷുവേഴ്സ് എന്താന്ന് പറയണം, മോളിക്യൂൾസ് വിത്ത് 2 or more കൈരാൽ സെന്റേഴ്സ് ഉണ്ടാവുമ്പോൾ എങ്ങനെയാണെന്ന്, അത് ഡയോസ്റ്റീരിയോമേഴ്സും മീസോ സ്ട്രക്ചേഴ്സ് ഒക്കെ വരുന്നത് അതൊക്കെ എന്താണെന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മീൻസ് പഠിച്ചു പോവാം. ആൻഡ് ദെൻ റെസിപ്പിയന്റ് മിക്സ്ചർ ആൻഡ് റെസൊല്യൂഷൻ, റിലേറ്റീവ് ആൻഡ് ആബ്സലൂട്ട് കോൺഫിഗറേഷൻ, ദാറ്റ് ഇസ് DRL, RNS ഡെസിഗ്നേഷൻ ഒക്കെയാണ് പറയുന്നത്. ആൻഡ് ഇത്രയേ ഉള്ളൂ നമ്മുടെ സിലബസിൽ പറയുന്നുള്ളൂ. ആൻഡ് ഇതൊക്കെ നമുക്ക് കവർ ചെയ്ത് പോകാന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഉള്ള ടൈമിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാന്നേ ഉള്ളൂ. ആൻഡ് ഇൻഡെപ്ത് ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ഈസി ആവും. ആൻഡ് ഇതോടുകൂടി തന്നെ നമുക്ക് ഓരോ ടോപ്പിക് വരുമ്പോഴും അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എത്ര ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടണോ അത്രയും സോൾവ് ചെയ്യുക. നമ്മൾ കുറെ പഠിക്കുന്നേക്കാൾ പ്രീവിയസ് ഇയർ തറവാക്കുക ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത്. ആൻഡ് അപ്പൊ നമുക്ക് എക്സാമിന്റെ പാറ്റേണും നമുക്ക് ടൈം മാനേജ്മെന്റ് ഒക്കെ ഇത് ചെയ്യാൻ പറ്റും. ദീസ് സം സക്സസ് മന്ത്രസ് like approaches the key: practice and practice, do not procrastinate, time management during examination, think carefully and be confident, use resources available, be careful about the trap questions. Resources എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നമ്മുടെ ക്ലാസ്സിന്റെ കൂടെ തന്നെ നമ്മൾ നോട്ടും പ്രൊവൈഡ് ചെയ്യുന്നതാണ്, നോട്ടും ടെക്സ്റ്റും. ആൻഡ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സിന്റെ കൂടെ തന്നെ നമ്മൾ സോൾവ് ചെയ്ത് പോകുന്നതാണ് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും. അപ്പോൾ പിന്നെ നമ്മൾ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ എല്ലാം മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കാം. ആൻഡ് ഓൾസോ ഇതോടുകൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ ആഡഡ് നോട്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. മോക്ക് ടെസ്റ്റും ടോപ്പിക് ടെസ്റ്റും ഒക്കെ ചെയ്യണം കൂടെ. ആൻഡ് നമുക്ക് ഒരുമിച്ച് ഇതെല്ലാം കൂടെ ആകുമ്പോഴേക്കും നമുക്ക് എക്സാം ആളുടെ അടിപൊളി ഫേസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. വി ആർ ആൾവേസ് ദർ ഫോർ യുവർ ഹെൽപ്പ്. ആൻഡ് സോ if you have any doubt, contact. And yeah, thank you. Have a nice day.